നമസ്കാരം. എന്നെ അത്ഭുതപ്പെടുത്തിയ കുറച്ച് പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ കണ്ടു കേട്ടോ. നമ്മുടെ ഫുട്ബോൾ ഇതിഹാസവും കേരളത്തിൻ്റെ അഭിമാനവും നമ്മുടെ അഹങ്കാരവും ഒക്കെയായ ശ്രീ IM വിജയൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. ആ സമയത്ത് ഒരുപാട് ആളുകളൊക്കെ അവിടെ കൂടിയിരുന്നു. നടൻ വിനായകനും മറ്റുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നെടുത്ത ഫോട്ടോയ്ക്ക് താഴെ വന്ന് അവരെ വംശീയമായി ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ. വേടൻ്റെയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, വർഗസ്നേഹം, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് പച്ചയ്ക്ക് വംശീയമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു ഇടപാട്. അതെന്തുകൊണ്ട് ഇപ്പോഴും കേരളത്തിൽ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഈ 2026-ലും ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ പല തരത്തിലാണ് IM വിജയനെ അധിക്ഷേപിച്ചിട്ടുള്ളത്. അദ്ദേഹം ആ വിവാഹ മണ്ഡപത്തിൽ അവിടെ 2-3 നിലവിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ കാലിൽ ഷൂസ് ഇട്ടുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ഒരു പഴം എടുത്ത് അവിടെ നിന്ന് ഒരു കൊച്ചിന് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അപ്പോഴൊന്നും ചെരുപ്പ് ഊരിയിട്ടില്ല, ഷൂസ് ഊരിയിട്ടില്ല, കാലിൽ തന്നെയുണ്ട്. അപ്പോൾ അതിനെ അങ്ങേയറ്റം മോശമായിട്ട് തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി, സാമ്പത്തികം ഉണ്ടാക്കിയാലും ഈ ഒരു ഗുണം മാറില്ലല്ലോ, കോളനി സാധനങ്ങളാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം അധിക്ഷേപിക്കുകയാണ്. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഈ വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എത്ര പേര് പാദരക്ഷകൾ അഴിച്ചു വെച്ചിട്ട് അത് കൊളുത്തുന്നുണ്ട്? എത്ര പേർ ചെയ്യുന്നുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്? ഈ അടുത്ത കാലത്ത് എന്തോ ഒരു പോലീസ് ഓഫീസർ താൻ ഇട്ടിരുന്ന ഷൂസ് അഴിച്ചു വെച്ചിട്ട് നിലവിളക്ക് കൊളുത്തുന്നത് കണ്ടു. അതല്ലാതെ പരമാവധി ആളുകളും ഇട്ടിരിക്കുന്ന ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെയാണ് നിലവിളക്ക് കൊളുത്തുന്നതും അതിന് മുന്നിൽ കൂടി നടക്കുന്നതും അതിന് മുന്നിൽ നിന്ന് സംസാരിക്കുന്നതും എല്ലാം. അപ്പോൾ ഇദ്ദേഹം അത് ചെയ്തപ്പോൾ അതെന്തോ വലിയ മഹാപാപമായി, ആരും ചെയ്യാത്ത കാര്യമായി, വർഗീയാധിക്ഷേപമായി. മനുഷ്യരല്ലേ ഇതൊക്കെ, അവരും കാണുന്നതല്ലേ, അവരും കേൾക്കുന്നതല്ലേ. അദ്ദേഹത്തിൻ്റെ സ്ഥാനമൊന്നും പരിഗണിക്കേണ്ട, വയസ്സും പരിഗണിക്കേണ്ട, ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന കൊടുക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ മരുമകളെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? മകനും മരുമകളും കൂടിയുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇത് ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഏതായാലും നല്ല സെലക്ഷനായി, ഇവൻ ഇതേ കിട്ടുള്ളൂ, എന്തൊക്കെ കമൻറ്റുകളാണ്. വെറുതെ പറയുന്നതല്ല, കണ്ടമാനം കമൻറ്റുകൾ. ഒരു വിവാഹത്തിൻ്റെ വീഡിയോ പങ്കുവെച്ചപ്പോൾ അതിന് ആശംസകൾ നേരാനുള്ളതിന് ആളുകളെല്ലാം നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. നെഗറ്റീവിൽ മുങ്ങി താണ് കിടക്കുന്ന കമൻറ്റ് ബോക്സുകളാണ് ഈ വിവാഹത്തിൻ്റെ വീഡിയോകളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അത്ഭുതം തോന്നുന്നുവെന്ന്. നമ്മുടെ ആളുകൾ തന്നെയാണോ, നമ്മുടെ മലയാളികൾ തന്നെയാണോ ഇങ്ങനെ പ്രതികരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്? നമ്മുടെ മനസ്സിലെ ആ ഒരു വർഗീയ ചിന്ത, ആ വംശീയ ചിന്ത അങ്ങോട്ട് മാറുന്നില്ലേ? ജാതി മത ചിന്തകൾ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറാത്തത്? മനുഷ്യരെ മനുഷ്യനായിട്ട് കാണാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറുകളെ വിവാഹം കഴിക്കുന്നു, നോർമലായിട്ടുള്ളവർ ട്രാൻസ്ജെൻഡറുകളെ വിവാഹം കഴിക്കുന്നു, ട്രാൻസ്ജെൻഡറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നു. ഇതൊക്കെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ചോയ്സാണ് അതൊക്കെ. നമുക്ക് പറയാം നമ്മുടെ സംസ്കാരം അത് ഇത് എന്ന് നമുക്കൊരു പരിധി വരെ പറയാൻ പറ്റുകയുള്ളൂ. അതിനപ്പുറം അത് അവരുടെ ഇഷ്ടം മാത്രമാണ്, അവരുടെ തിരഞ്ഞെടുപ്പാണ്, അവരുടെ ചോയ്സാണത്. അതിനെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിലും അതിൽ അഭിപ്രായം പറയാൻ ചെല്ലണ്ട, അല്ലെങ്കിൽ അതിനെ മോശമാക്കാൻ ചെല്ലാനുള്ള അവകാശം നമുക്കില്ല. അതിപ്പോൾ ഒരു പെണ്ണല്ല, ആണല്ല, ട്രാൻസ്ജെൻഡർ അല്ല, ആരാണെങ്കിലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അവർ തമ്മിൽ പ്രണയിച്ചു, അവർ വിവാഹം കഴിച്ചു, അവരത് ആഘോഷിക്കുന്നു. ആ ആഘോഷത്തിൻ്റെ വീഡിയോകളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചു. അഭിപ്രായം പറയാം, പക്ഷേ ആക്ഷേപമാകരുത്. ആക്ഷേപം ഇങ്ങനെ അതിര് കടക്കുകയും ചെയ്യരുത്. വിനായകനെ കുറിച്ച് നമുക്കറിയാം, അങ്ങേയറ്റം മോശം സ്വഭാവം പലയിടത്തും കാണിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ വംശീയമായിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്തുകൂടാ, അത് തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, നിറം പറഞ്ഞ് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തെറ്റാണ്. ഒരാൾ കാണിക്കുന്ന പ്രവൃത്തിയെ നമുക്ക് ആക്ഷേപിക്കാം അല്ലെങ്കിൽ വിമർശിക്കാം. അവരുടെ നിറത്തിനെയോ രൂപത്തിനെയോ അവരുടെ വംശത്തെയോ ജാതിയെയോ ഒന്നും അധിക്ഷേപിക്കാൻ നമ്മൾ ആളുകളല്ല. അങ്ങനെ ചെയ്യുന്നത് വലിയ അപരാധമാണ്. വിനായകനെ നമ്മൾ വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടാണ്. അങ്ങനെയാണ് ഞാനൊക്കെ വിമർശിച്ചിട്ടുള്ളത്. തെറി പറയുന്നതും ലഹരി ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ കയറണമെന്ന് ശഠിക്കുകയും ഒക്കെ ചെയ്തപ്പോഴൊക്കെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് താമസിക്കുന്ന വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തുണി പൊക്കി കാണിച്ച് അവരെ തെറി പറഞ്ഞപ്പോഴൊക്കെ അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുണ്ട്. അല്ലാതെ രൂപത്തിനെയോ ജാതിയെയോ മതത്തിനെയോ ഇതുവരെ അധിക്ഷേപിച്ചിട്ടില്ല. അതുപോലെ തന്നെ വേടനെ എന്തിനാണ് വിമർശിച്ചിട്ടുള്ളത്? വേടൻ ചെയ്ത തെറ്റുകൾ,
ലഹരിയെ പ്രോത്സാഹിപ്പിച്ചത്, ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ അടുത്ത് നല്ലവൻ ചമയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ ഒരിക്കലും പാടില്ലാത്തതായിട്ടുള്ള രീതികൾ കാണിക്കുന്നത് കണ്ട് അതിനെയൊക്കെയാണ് വിമർശിച്ചത്. അല്ലാതെ വേടന്റെ മറ്റൊന്നിനെയുമല്ല, വേടന്റെ നിറത്തെയല്ല. വേടനെയൊക്കെ പലരും വിമർശിക്കുന്ന സമയത്ത് വേടൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, എൻ്റെ നിറമാണോ നിങ്ങൾക്ക് പ്രശ്നമെന്ന്. അവിടെ വിമർശിക്കുന്നത് അവരുടെ പ്രവൃത്തിയാണെങ്കിൽ പോലും അവർ തിരിച്ചു ചോദിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ജാതിയെയും മതത്തെയും വംശത്തെയും ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ അവർ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് മഹാമോശമാണ്. ജാതിയും മതവും ഇവിടെ സംസാരിക്കേണ്ട കാലം കഴിഞ്ഞു. ഇതാ തമിഴ്നാട്ടിൽ സ്കൂളിലെ റെക്കോർഡുകളിൽ നിന്നൊക്കെ ജാതി മതം എന്നുള്ള കോളം തന്നെ എടുത്ത് കളയുന്നു എന്ന് പറയുന്നു. ഇവിടെയും ആ സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. കൂടിയ ജാതിയിൽപ്പെട്ടതാണ് എന്ന ഒരു തോന്നൽ കുറേ പേർക്കുണ്ട്. ഞങ്ങളൊക്കെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് എന്ന ഒരു തോന്നൽ വേറെ കുറേ മനുഷ്യർക്ക്. ഇതൊന്നും ആവശ്യമില്ല. എല്ലാവരുടെയും കൈമുറിഞ്ഞാൽ രക്തം വരും. ആ രക്തത്തിന് ഒരു നിറം തന്നെയാണ്. ഒരു ആക്സിഡന്റിൽ കിടന്നാൽ നമ്മൾക്ക് ആരാണ് രക്തം തരുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു ഗ്ലാസ് വെള്ളം തന്ന് നമ്മുടെ ജീവൻ തിരികെ കൊണ്ടുവരുന്നത് ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ജാതിയും മതവും പറയുന്നത് അങ്ങ് നിർത്തുക. ആ ഒരു ചിന്ത നമ്മൾ നിർത്തുക. അതേസമയം മോശമായിട്ടുള്ള ഒന്നിനെ കണ്ടാൽ അത് മോശമാണെന്ന് പറയുകയും ചെയ്യാം. ഈ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നിടത്ത് പാദരക്ഷകൾ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ നിലവിളക്കിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പക്ഷേ എല്ലാവരെയും അങ്ങനെ വിമർശിക്കണം. അങ്ങനെ എത്രയോ പേര് കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ വിമർശിക്കാൻ നമുക്ക് തോന്നണം. ഒരാൾ മാത്രം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ വംശീയമായിട്ട് അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് കൈയടിക്കുക, അങ്ങനെ ഒരു രീതി അത് തെറ്റല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിശബ്ദമായിട്ട് തല കുമ്പിട്ട് അതിന് മുന്നിൽ നമ്മൾ അതിനെ ബഹുമാനിച്ചുകൊണ്ട് നിന്നാൽ മതി. ആ ദീപത്തെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് നിന്നാൽ മതി, അല്ലെങ്കിൽ ധ്യാനത്തിൽ ഏർപ്പെട്ട് നിന്നാൽ മതി. അതിനപ്പുറം കൈയടിച്ച് അതിനെ വിളക്ക് കൊളുത്തുന്നതിനെ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ. അതുപോലെ തന്നെ ഇങ്ങനെ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആളുകളുടെ നിറവും ജാതിയും നോക്കിയാണോ അവരെ നമ്മൾ അളക്കേണ്ടത്? അല്ലേ, ഈ IM വിജയനൊക്കെ എന്ത് കഴിവുള്ള ആളാണ്. അദ്ദേഹമൊക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അഹങ്കാരമല്ലേ, നമ്മുടെ അഭിമാനമല്ലേ. അദ്ദേഹത്തിനെയൊക്കെ നമ്മൾ ആ രീതിയിൽ അംഗീകരിച്ച് വേണ്ട എപ്പോഴും പ്രോത്സാഹിപ്പിക്കാനും സംസാരിക്കാനും. വലിയ തെറ്റാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്ത ആളുകൾ ഒരു മാപ്പ് ചോദിക്കാനെങ്കിലും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യരുടെ ഇത്തരം ഇടുങ്ങിയ ചിന്തകളോട് അങ്ങേയറ്റം ഞാൻ പ്രതിഷേധിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതും.